ഇന്ന് രാവിലത്തെ എക്സ്പ്രസ്സിന് പോരാൻ വേണ്ടിയിട്ടാണ് രാത്രി ഏകദേശം ഒരു 10 മണിക്ക് കാസർഗോഡ് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നവരാണ്. ശരിക്കും ഉംറയ്ക്ക് വേണ്ടിയിട്ട് 40ഓളം പേര് നമ്മൾ ഉംറ സംഘത്തിലുണ്ട്. വിസ ഇപ്രാവശ്യം ഈ ഷവ്വാൽ ഉംറൻ്റെ വിസ തന്നെ ശരിക്കും പറഞ്ഞാൽ കിട്ടാത്ത അവസ്ഥയുണ്ട്. സൗദി ഗവൺമെൻറ് ടൈറ്റായിട്ട് ഹജ്ജിൻ്റെ സീസണിലൂടെ അടുക്കുന്നതുകൊണ്ട് വിസ കിട്ടാതെ പല ടിക്കറ്റും മാറ്റി അവസാനം ഈ ടിക്കറ്റാണ് എടുത്തത്. കഴിഞ്ഞ 27-നും അതുപോലെ 29-നല്ലേ മറ്റ് ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടിക്കറ്റൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് അവസാനം ഈ ടിക്കറ്റാണ് എടുത്തത്. അങ്ങനെ ഇന്നലെ വലിയ പ്രതീക്ഷ കൊടുത്തിട്ടാണ് ശരിക്കും ഇവിടത്തേക്ക് കൊണ്ടുവന്നത്. ഇവിടെ എത്തിയപ്പം യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെ റീഫണ്ട് തരാമെന്ന് മാത്രമാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ 40 ആളെ ഇനി വെച്ചിരിക്കാൻ പറ്റൂല ദിവസങ്ങളോളം. കാരണം വിസൻ്റെ കാലാവധി തീരും. മാത്രമല്ല ഇന്ന് ഉച്ച മുതൽ അങ്ങോട്ട് റൂമിൻ്റെ ബുക്കിംഗ് കാര്യങ്ങൾ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയൊരു വിസ വലിയ 30,000-ൻ്റെ അടുത്ത് ക്യാഷ് കൊടുക്കുന്ന രീതിയിലാണ് വിസ. സാധാരണ 12,000 13,000 ഇപ്പോൾ കൊടുക്കുന്ന വിസക്കാണ് ഇപ്പം വലിയ വിലപേശി പൈസയിൽ 28,000 മറ്റൊക്കെ കൊടുത്തുകൊണ്ടാണ് വിസ അടിച്ചു കിട്ടിയത്. ആ വിസ അടിച്ചു കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ഇറക്കം ഇറങ്ങിയത്. സീസൺ അവസാനിക്കലായി, ഹജ്ജിൻ്റെ സീസണിലേക്ക് തുടങ്ങലായി. ഈ കാലാവധി തരും. നമ്മളിവിടെ ഇപ്പോൾ അത്യാവശ്യം നമുക്കിനി റൂമോ മറ്റു കാര്യങ്ങളൊക്കെ സൗകര്യം ചെയ്താൽ അതൊന്നും ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല. പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമ്മൾ മറ്റൊരു ഫ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ ആ ഫ്ലൈറ്റിലാണെങ്കിൽ ഇത്ര മാത്രം അവൈലബിൾ അല്ല സീറ്റ്. 40 ആൾക്കുള്ള സീറ്റില്ല. കാരണം ആദ്യമായിട്ട് പോകുന്നവരായിരിക്കും. ജിദ്ദയിൽ ഇറങ്ങിയിട്ട് എവിടെ പോകണം എങ്ങനെ പോകണം എന്നുള്ളതിൻ്റെ യാതൊരു ഇതില്ലല്ലോ. ഒരു നേതൃത്വത്തിലായിട്ടാണ് പോയത് സാധാരണയിൽ. അപ്പം അങ്ങനെ ഒരു പ്രതിസന്ധി ഇപ്പോൾ നിലവിലുണ്ട് ഇതിൽ. പിന്നെ നമ്മളിങ്ങനെ ആലോചന നടക്കുന്നു. അവരോട് ചോദിച്ചിട്ട് അവരുടെ അടുത്ത് മറുപടി ഇല്ല. അവർ കൈമലർക്കാണ്. പിന്നെ ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സീസൺ അവസാനിക്കാൻ പോവുകയാണ്. ഉംറ സീസൺ അവസാനിക്കാൻ പോവുകയാണ്. ഹാജിമാർ ഏകദേശം 2 ദിവസം കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി തുടങ്ങും. മക്കത്ത് മദീനത്തൊക്കെ ഇറങ്ങി തുടങ്ങും. പിന്നെ ഉംറക്കാർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണുള്ളത്. എന്തെങ്കിലും ഒരു പരിഹാരം എയർലൈൻസ് ഉണ്ടാക്കി തരണമെന്നുള്ളതാണ് പറയാനുള്ളത്. സ്വപ്നം തന്നെ നിൽക്കും. പിന്നാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ കാശ് കൊടുത്തിട്ടാണ്, അതായത് ഇരട്ടിയിലധികം പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഉംറ വിസ അടിച്ചിറക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രതിസന്ധി ഒരു മാസമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തിട്ടാണ് ഇപ്പോൾ ഇന്ന് പ്രതീക്ഷയോടുകൂടി ഹാജിമാർ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോഴാണിപ്പോൾ ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ എയർലൈന് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ കാസർഗോഡ് നിന്നാണ്. കോഴിക്കോടിൻ്റെ പല ഭാഗത്തു നിന്ന്, പാലക്കാട് നിന്ന് വന്ന ആളുകളുണ്ട്. പാലക്കാട് ബോർഡറിൽ വന്ന ആളുകളുണ്ട്. ഒരുപാട് ഏകദേശം 40 ആളുകളാണ് നമ്മളെ യാത്രയിലുള്ളത്. ഫ്ലൈറ്റിൻ്റെ ഡേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് താമസിക്കാനുള്ള സംവിധാനം തന്നാലും നമുക്ക് അതിനനുസരിച്ച് ഒപ്പിക്കാൻ വരും. അത് ഒക്കില്ല എന്ന് പറയുന്നു.